വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു ലോങ് വീഡിയോ ആണ്. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ ഒക്കെ അതിന് കിട്ടി. അപ്പോൾ അതിൽ കുറച്ച് പേര് ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു മറുപടി എന്നോണം ചെയ്യാമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യൊന്നും വേണ്ട, ഞാൻ ഓവറായിട്ട് ലാഗ് അടിച്ചിട്ടൊന്നും പറയില്ല, കണ്ടോളൂ. പിന്നെ അതിൽ കുറച്ച് പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ് എങ്ങനെ സെലക്ട് ചെയ്യുക, പിന്നെ ഇൻഷോട്ടിൽ എങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യുക, ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്, പിന്നെന്താ എൻ്റെ ഫോൺ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഫോണ് സാംസങ് A54 5G ആണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഫോണായിരുന്നു. ഇപ്പോഴും ക്ലാരിറ്റി ഉണ്ട്, ബാക്ക് ക്യാമറ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഞാൻ ഫുള്ള് വീഡിയോസും ബാക്ക് ക്യാമറയിൽ എടുക്കണേ. ഞാൻ ആദ്യമൊക്കെ ഇപ്പോൾ ബാക്ക് ക്യാമറ എടുത്ത് ശീലം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫുള്ള് സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരില്ല. അപ്പോൾ പിന്നെ ബാക്ക് ക്യാമറയും കൂടി യൂസ് ചെയ്യണ്ടായിരുന്നില്ല. ഞാൻ ഫുള്ള് ആദ്യം തുടങ്ങിയ സമയത്തൊക്കെ എമർജൻസി രണ്ട് സൈഡിലും കത്തിച്ച് വെച്ചിട്ട് ഫ്രണ്ട് ക്യാമറ ഒക്കെ എടുത്തിരുന്നു. പക്ഷേ തീരെ ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ല, വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ആവുള്ളൂ എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഫുള്ള് ബാക്ക് ക്യാമറ വെച്ചിട്ട് എടുക്കാൻ തുടങ്ങിയത്. ഫ്രണ്ട് ക്യാമറ എന്തോ ഒരു അപ്ഡേഷൻ കഴിഞ്ഞപ്പോൾ ഫ്രണ്ട് ക്യാമറയുടെ കാര്യത്തിൽ തീരുമാനമായതാണ് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഫോണ്. പിന്നെ ഇൻഷോട്ടിൽ എങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യുക ചോദിച്ചാൽ, ഇൻഷോട്ടിൽ ഞാൻ ചെയ്യുന്നത്, ഞാൻ ആദ്യം ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്തായിരുന്നു. നമ്മൾ ഈ എല്ലാ എഡിറ്റിങ്ങും ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിടയ്ക്ക് എത്തിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ടൈമർ ഇടും, ആ ടൈമറിൻ്റെ ഓപ്ഷൻ പോയി. അപ്പോൾ പിന്നെ എനിക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഇൻഷോട്ടിലേക്ക് മാറിയത്. ഇൻഷോട്ടിൽ കുഴപ്പമില്ലാതെ എഡിറ്റ് ചെയ്യാൻ പറ്റും, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നമ്മൾ റെക്കോർഡിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് ഒരു ശ്വാസത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ആ ടൈം വരെ, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് പറയാനുള്ള ഓപ്ഷനും ഉണ്ട്. അതിൽ വോളിയം 200 വരെ ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫുൾ വോളിയം കുറച്ചിട്ട് റെക്കോർഡിൽ പോയിട്ടാണ് ഞാൻ അങ്ങനെയാണ് വോയിസ് റെക്കോർഡ് ചെയ്യുക. പിന്നെ കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ് എങ്ങനെ സെലക്ട് ചെയ്യുക ചോദിച്ചാൽ, അതിനെ പ്രത്യേകിച്ച് ആധികാരികമായി പറഞ്ഞുതരാൻ എനിക്കറിയില്ല. ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, സോങ് ഇട്ടിട്ട് ഒരു വീഡിയോ ഇടുക വെച്ചാൽ നമുക്കിഷ്ടമുള്ള സോങ് സെർച്ച് ചെയ്തെടുക്കും. എന്നിട്ട് അത് യൂട്യൂബിൽ ടൈം വെച്ചിട്ട് അൺലിസ്റ്റഡിൽ ടൈം വെച്ചിട്ട് അപ്ലോഡ് ചെയ്തിടും. എന്നിട്ട് നേരെ YT സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കോപ്പിറൈറ്റുള്ള സോങ് ആച്ചാൽ ഞാനത് റിമൂവ് ചെയ്യും, വാണിംഗ് കാണിച്ചാൽ റിമൂവ് ചെയ്യും. അങ്ങനെ ഞാൻ ചെയ്യാതെ. അല്ലാതെ കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ് എങ്ങനെ സെലക്ട് ചെയ്യുക ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്കറിയില്ല കേട്ടോ. ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാതെ സോങ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെറ്റർ ഓപ്ഷനാണ്. അൺലിസ്റ്റഡിൽ അപ്ലോഡ് ചെയ്തിട്ട് YT സ്റ്റുഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ മനസ്സിലാവും. ആ വീഡിയോയിൽ താഴെ വന്നൊരു കമൻറ്റ് ആയിട്ട് അതെന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം എന്താ വെച്ചാൽ, ഞാൻ കാരണം ഒരാൾ മോട്ടിവേറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചാൽ വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ കമൻറ്റിനെ കുറിച്ച് എന്തായാലും ഞാൻ പറയണമെന്ന് തോന്നി. എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഞാനത് പറയണം. അപ്പം അവരുടെ ചാനലിനെ കുറിച്ച് ആരും നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയത്ത്, ഓവർ തിങ്ക് ചെയ്തിരിക്കുന്ന സമയത്താണ് എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ അവർക്കത് നല്ലോണം മോട്ടിവേറ്റഡ് ആയി വീഡിയോസ് ഇടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുക വെച്ചാൽ, ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നെ അറിയുന്ന ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സൗണ്ട് കേൾക്കാൻ രസമില്ല, എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ വീഡിയോ കാണാൻ തോന്നണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനതും കേട്ട് നെഗറ്റീവ് അടിച്ച് അവിടെ ഇരിക്കുക, ഞാൻ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. എന്താ ഞാൻ അവരോടൊന്നും മൈൻഡാക്കാനേ പോയിട്ടില്ല. കാര്യം എൻ്റെ സൗണ്ടിലേക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഫോണാണ്, എൻ്റെ യൂട്യൂബാണ്. എൻ്റെ സൗണ്ടിലല്ലാതെ ഞാൻ എങ്ങനെ സംസാരിക്കും? ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് മൈൻഡാക്കാനും പോയിട്ടില്ല, ഓവർ ബോധേഡാവാനും പോയിട്ടില്ല. പറയുന്നവർ അവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മളെ വീഡിയോസ് കാണുന്ന റാൻഡം ആൾക്കാരുണ്ട്. അവർ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ സൗണ്ട് ഇഷ്ടപ്പെടുക വെച്ചാൽ, ചേച്ചി സൗണ്ട് കേൾക്കാൻ രസമുണ്ട്, വർത്താനം കേൾക്കാൻ രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് ഇടും. അത് കേൾക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം. എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സൗണ്ട് കേൾക്കാൻ രസമില്ല എന്ന് പറഞ്ഞ ഒരാളുടെ സൗണ്ട് വേറൊരാൾ നല്ല രസമുണ്ട് ചേച്ചി സംസാരം കേൾക്കാമെന്ന് പറയുമ്പോൾ അത് അടിപൊളിയല്ലേ? അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കണം, അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം.